തട്ടി വയോധികൻ മരിച്ചതിൽ വിമർശനമുനയിൽ CPM. എരഞ്ഞോളി സ്ഥിരം ബോംബ് നിർമ്മാണ മേഖലയെന്ന് കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയായ യുവതി. ആളൊഴിഞ്ഞ വീടുകൾ CPMകാരുടെ ഹബ്ബ്. നാട്ടുകാർ പ്രതികരിക്കാത്തത് പേടികൊണ്ട്. പ്രതികരിച്ചതിന് തന്റെ വീടും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ക്ഷോഭത്തോടെ സീന. ഇതിന്റെ മുമ്പില് ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടക ഒഴിഞ്ഞു പോയി. അമ്മ എത്രയാണ് പിടിച്ചേക്കാൻ പറ്റും? എത്രയാണ് പിടിച്ചേക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഒരു ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. CPMന് ചിഹ്നം പോയാൽ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും വേണ്ട, ബോംബ് മതിയെന്ന് നിയമസഭയിൽ പ്രതിപക്ഷ പരിഹാസം. ഇടതുപക്ഷം ബോംബ് പക്ഷമല്ലെന്ന് ബിനോയ് വിശ്വത്തിന്റെ കുത്ത്. സ്റ്റീൽ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് വകതിരിവില്ലാതെ പ്രതികരിച്ചു KPCC പ്രസിഡന്റ്. വൃദ്ധനല്ലേ, ചെറുപ്പക്കാരനല്ലല്ലോ മരിച്ചതെന്ന് K സുധാകരൻ. DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിനും വാവിട്ട മറുപടി. വിവരം കെട്ടവൻ വെട്ടിയും വെടിവെച്ചും എത്രയോ പേരെ കൊന്നെന്ന് K സുധാകരൻ. പിണറായി വിജയനല്ലേ പറഞ്ഞു? ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണ ആളുകളെ പേര് ഇനിയും. മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? K സുധാകരൻ ആ റെക്കോർഡില്ല. പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന് നേരെ കയ്യേറ്റം. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാൻ തുടങ്ങിയതോടെ ചീറിയെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ജോർജ് ജോസഫ് കളത്തിലിറങ്ങിയത് തന്റെ കെട്ടിടത്തിന് മുന്നിലെ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന വിവാദത്തിനു പിന്നാലെ. ജോർജിന്റെ കെട്ടിടത്തിന് മുൻപിലെ റോഡിന് വീതി 17 മീറ്ററും കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ 15 മീറ്ററും. റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് അളന്നാൽ മതിയെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ. തമിഴ്നാടിനെ ഞെട്ടിച്ചു മദ്യ ദുരന്തം. കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കഴിച്ച് 13 മരണം, 40 പേർ ചികിത്സയിൽ, 10 പേരുടെ നില ഗുരുതരം. CBCID അന്വേഷണത്തിന് ഉത്തരവിട്ട് MK സ്റ്റാലിൻ. SP-ക്ക് സസ്പെൻഷൻ. ജില്ലാ കളക്ടർ ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റി. തിരുവല്ലയിൽ 2 പീഡന കേസുകളിൽ പ്രതിയായ നേതാവിനെ തിരിച്ചെടുത്ത് CPM. ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോനെ തിരിച്ചെടുത്തത് കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം. നേരത്തെ സസ്പെൻഡ് ചെയ്തതിനാൽ അതേ കുറ്റത്തിന് പുറത്താക്കാൻ പാടില്ലെന്ന് കൺട്രോൾ കമ്മീഷൻ. കോഴിക്കോട് പുതുപ്പാടിയിൽ മതവിമർശനം നടത്തിയ ലോക്കൽ സെക്രട്ടറിയെ പുറത്താക്കി CPM. PK ഷൈജലിനെ മാറ്റിയത് ബലിപ്പെരുന്നാളിനെ കുറിച്ചുള്ള വാട്സ്ആപ്പ് കമന്റിന്റെ പേരിൽ. മെസ്സേജ് ഫോർവേഡ് ചെയ്തതാണെന്നും നടപടി ഉൾക്കൊള്ളുന്നെന്നും ഷൈജൽ. കലാപശ്രമമെന്നും മുസ്ലിം ലീഗ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പായെന്ന് പ്രതി രാഹുൽ ഹൈക്കോടതിയിൽ. ഭാര്യയുമായുള്ള തെറ്റിദ്ധാരണകൾ പരിഹരിച്ചു. ഒരുമിച്ച് ജീവിക്കണമെന്നും കേസ് അവസാനിപ്പിക്കണമെന്നും ആവശ്യം. പോലീസിനും പരാതിക്കാരിക്കും നോട്ടീസ് അയച്ചു കോടതി. മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് സ്ഥിരീകരണം. അനസ്തേഷ്യയെ തുടർന്ന് ശ്വാസം മുട്ടി മരിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടപടി വേണമെന്ന് കുട്ടിയുടെ അമ്മ. താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി 3ാം വട്ടവും എതിരില്ലാതെ മോഹൻലാൽ. പത്രിക നൽകിയ 3 പേർ പിൻവലിച്ചു. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2ാം ഏകദിനത്തിലും സ്മൃതി മന്ദാനയ്ക്ക് സെഞ്ചുറി. ചെന്നൈയിൽ നേടിയ 136 റൺസ് ഏകദിനത്തിലെ 7ാം സെഞ്ചുറിയും ഉയർന്ന വ്യക്തിഗത സ്കോറും. ഇന്ത്യക്കായി കൂടുതൽ ഏകദിന സെഞ്ചുറി നേടിയ താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡിനൊപ്പം മന്ദാനയും. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനും സെഞ്ചുറി. 4 റൺസിന് മത്സരം ജയിച്ച ഇന്ത്യ പരമ്പരയും സ്വന്തമാക്കി.